കൊണ്ട് നടക്കണ്? ആരെയാ ജി വിളിക്കണേ? ഞാൻ എന്ത് പറയാനാ? എന്റെ വീട്ടിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങൾക്ക് അറിയോ, എന്റെ പറയാൻ എല്ലാരും ഈ ടൂറാവുക. പോണില്ലേ? എന്റെ കളിയാക്കുക. ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാനാ? നിങ്ങൾ തലയിൽ നോക്കട്ടെ. ഇങ്ങോട്ട് നിന്നോട് ശരിയാവൂല. ഇവിടെ വന്നാണ്. ഞാന് പുറത്ത് പോവാ. നിങ്ങള് ഓള് പറയണ കേട്ട് ഓള് തരുന്ന വെള്ളം കുടിച്ചവിടെ മര്യാദക്ക് കുത്തിർന്നോളൂ. ഓളെ മേലേക്ക് കയറാൻ നിൽക്കണ്ട കേട്ടാ. പൊരയിൽ ഒച്ചയും വിളി ഉണ്ടാക്കരുത്. എത്ര വേണ്ടത്? 500 തരുമോ? ആ എവിടെ നിൽക്കുന്നത്? അതിന്റെ അത് വന്നാൽ മതി. ആരില്ലല്ലോ ഇവിടെ? ഇല്ല, ഞാൻ നോക്കിക്കോളാം. വേഗം എന്താടി സയ്യോ ഏടെ കൊണ്ടാക്കാനാ ഇജ്ജ് പറയണത്? വൃദ്ധസ്ഥലത്ത് കൊണ്ടാക്കാൻ പൈസ എന്റെ ബാപ്പ കൊണ്ടുവരുമോ പൈസ? നാട്ടുകാരെന്താടി പറയാ? ഒരേ സൊയിര്യം ഉണ്ടാവൂലല്ലേ? ഉമ്മാനെ അങ്ങനെ വിടാൻ പറ്റൂടി. ഇത് പറയ്. ആയിക്കോട്ടെ, എവിടേക്കും പോയിക്കോട്ടല്ലേ? ഉമ്മാ ഉമ്മാ നമ്മളെ ചെമ്മാടുള്ള അമ്മായിന്റെ പോയിക്കോളി. ഞങ്ങള് പോയിക്കോളി. ഞങ്ങള് പിന്നെ വേണം. ആ ബസ്സിന് പൈസ എടുത്തോട്ടാടി. ബസ്സിന് പൈസ എടുത്തേ. കുറച്ചു ദിവസം അവിടെ പോയി നിന്നോളി. ഇപ്പൊ ഒരു ബസ് ഉണ്ട്. അപ്പൊ പോയ ബസ് കിട്ടും. പോയിക്കോളി.
മാറിയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ മാറിയാതാടുകയാണ് ജീവിതവേഷം. എന്താ ഉമ്മ അവിടെ ഇരിക്കുന്നത്? എന്താ ഉമ്മ ഈ പാതിരാക്കൂടെ ഇരിക്കുന്നത്? എന്താ ഉമ്മ ഇവിടെ ഇരിക്കുന്നത് പറയൂ. മക്കളില്ല? മക്കളില്ല ഉമ്മക്ക്? ഉമ്മ വിഷമിക്കണ്ട, ഉമ്മയെ ഞങ്ങൾ നോക്കാം. ഒരുപാട് ഉമ്മ ഞങ്ങളുടെ സ്നേഹാലയത്തിലുണ്ട്. ഉമ്മ വിഷമിക്കണ്ട, ഉമ്മ എണീക്കും. ഉമ്മ വിഷമിക്കണ്ട, ഒരുപാട് പേർ ഞങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഇതുപോലെ വലിച്ചെറിഞ്ഞ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഉമ്മയെ പൊന്നു പോലെ ഞങ്ങൾ നോക്കും. വരും ഉമ്മ. കണ്ടില്ലേ ഒരു ഉമ്മയുടെ കഥ? പൊന്നുപോലെ നോക്കിയ മക്കൾ ഇതാ ഉമ്മയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആ മക്കൾക്ക് ഉമ്മ ശല്യമാണ്. ഈ ഉമ്മ ശല്യമാണ്. ഈ ഉമ്മ അവർക്ക് വേണ്ട. ഇതാണ് ഇന്നത്തെ അവസ്ഥ. വരും ഉമ്മ, വരും ഉമ്മ, വരും. എന്തോരു ബച്ചിയും വിളിയാണ്. അമ്മായിയമ്മയും മരയോളം കഴിഞ്ഞപ്പോ അമ്മയും ഉമ്മയും മോളും കൂടി ആയ ഒരു സോയും പൊറുതിയും തരൂല. എന്താണ് എന്റെ പോക്കറ്റിലുണ്ട്, അടുത്ത് കൊടുത്താ എടുക്കാത്തല്ലേ? എടുക്കണൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടോ.
കണ്ടില്ലല്ലോ, വിളിച്ചു നോക്കി. വിളിച്ചു നോക്കുന്നേ. എന്റെ കുട്ടിക്ക് ഒരു ആപത്തും ഉണ്ടാക്കല്ലേ. ഓടെ പോയി കിടക്കാണോ അവള്? ഇവിടെ വന്നിരിക്കും. ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കരുത്. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ക്ഷമയോടെ കേൾക്കണം. നമ്മളെ ആയുഷു പഴയ പറയുന്നത് കേക്ക്, സമാധാനത്ത് കേക്ക്. ഞാൻ പറയുന്നത് ഈ കേക്ക്. നമ്മളെ ആയുഷുവിനെ, ആയുഷു പഴയതുപോലെ ഒന്നും അല്ലല്ലോ. നമ്മളെ ആയുഷു അങ്ങനെയായിരുന്നോ? ആയിരുന്നു. ഈ പറയില്ല, നമ്മളെ ആയുഷു ആകെ മാറിയില്ലേ? ഞാൻ അന്വേഷിച്ചു, എല്ലായിടത്തും കോളേജിലും ഒക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞെട്ടിക്കണ വിവരം അറിഞ്ഞത്. ഈ ഒച്ചവിളിയൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ ഓളെ ഒരു അതിനുള്ള മരുന്ന് കിട്ടണോടത്ത്, അതിനുള്ള ചികിത്സ കിട്ടണോടത്ത് ആക്കിയിരിക്കുകയാണ്. നമ്മള് വരും, കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മളെ പഴയ ആയുഷുമായിട്ട് വരും. നമുക്ക് വേണ്ടേ നമ്മളെ പഴയ ആയുഷിനെ? നമുക്ക് ഈ ആയുഷിനെ വേണ്ടല്ലോ. നമുക്ക് നമ്മളെ പഴയ ആയുഷിനെ തിരിച്ചു കിട്ടണം. അതിന് ഞാനൊരു സ്ഥലത്ത് ആക്കിയിരിക്കുക. ഡി അഡിക്ഷൻ സെന്റർ നീ കേട്ടിക്കണ? ആ, അങ്ങനെയുണ്ട്. ഓള് എന്തിനാ ചൂടായിരുന്നു നീ കണ്ടീന? ഓള് എന്തിനാ പൈസ കൊണ്ടുവരുന്നത് നീ അറിഞ്ഞ? ഓള് മയക്കുമരുന്ന് ഉപയോഗിച്ചിന്ന് കേട്ടിട്ടില്ലേ? കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഉമ്മാരെയൊക്കെ കൊല്ലണതൊക്കെ നീ കണ്ടിട്ടില്ലേ? ആ, നമ്മളെ ആവശ്യം അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ അതിന് മുന്നേ അവളെ അവിടെ കൊണ്ടേ ആക്കിയിരിക്കുക. അത് കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാം മാറിയിട്ട് നമ്മളെ പഴയ ആയുഷമായിട്ട് വരും. വേണ്ടേ? പഠിച്ചോനോട് ഒന്നൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കും. ഇട്ടാ നമ്മളെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടും. പഠിച്ചോ നമ്മളെ കാക്കും. കുറച്ചേരം കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്തോളാം. ആകെ ക്ഷീണിച്ചിരിക്കും. കുട്ടി വരി. എന്റെ കൂട്ടുകാരൻ ചർച്ച ഞാൻ തെറ്റ് പറ്റൂലമ്മ. പോട്ടെ മോളെ, എന്റെ മോൾക്ക് ആ തെറ്റ് മനസ്സിലായില്ല. ഇതൊക്കെ പൊട്ടപ്പെട്ടു. വല്യമ്മാന്നൊന്ന് കാണേ. അത് ശരിയാ. എന്റെ ഉമ്മാനോട് ഞാൻ ഒരു മോൻ ചെയ്യാത്ത തെറ്റാ എന്റെ സൈനോ ഞാൻ ചെയ്തത്. എന്റെ വാക്ക് കേട്ടിട്ട് അത് എന്റെ അടുത്തുള്ള തെറ്റാ. എന്റെ അടുത്തും തെറ്റ് പറ്റി. പെറ്റുമ്മാനോട് ഞാൻ എത്ര ക്രൂരനായിട്ടാ പെരുമാറിയേ. എന്റെ കുട്ടി പറഞ്ഞതാ ശരി. എന്റെ കുട്ടിക്ക് മനസ്സിലായി. നമുക്ക് ഉമ്മാനെ കൂട്ടിട്ട് വരെ സൈനോ. മൂന്നാ കൂടി പോയിട്ട് ഉമ്മ എവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വല്യമ്മാനെ കൊണ്ടുവരാ.
കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ ഉമ്മാന്റെ മോൻ, നിന്റെ ഭാര്യ, നിന്റെ മോള്. ഉമ്മ കുറച്ച് ദിവസം മുന്നേ ഒരു നബീസ് എന്ന് പറഞ്ഞൊരു ഉമ്മ ഇവിടെ ഇല്ലേ, ഇവിടെ വന്നിട്ട് വന്നിട്ടില്ലേ, ആ ഉമ്മാനെ കൊണ്ടുപോകാൻ വന്നതാ. ഞങ്ങളെ കൂടെ പറഞ്ഞു വയ്ക്കണം സാറേ. നബീസുമ്മ നബീസ് ഉമ്മ. അതാ നിങ്ങളുമ്മ? ആ നബീസുമ്മ ഉമ്മ അല്ലേ? ആ സാറേ. ആ ഉമ്മയെ തെരുവിൽ വലിച്ചാണ് നിങ്ങൾ പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു? നൊന്ത് പ്രസവിച്ച് പൊന്നു പോലെ വളർത്തിയേ ഉമ്മയെ നിങ്ങൾ തെരുവിൽ വലിച്ചെറിഞ്ഞില്ലേ? തരില്ല, ഞാൻ തരില്ല നിങ്ങളുമ്മയെ. ഒന്ന് കണ്ടാ മതി, ഉമ്മ എന്നെ കണ്ടാ കൂടെ വരും സാറേ. തെറ്റ് പറ്റിയില്ലേ? തരില്ല. ഇനിയും ആ ഉമ്മയെ കഷ്ടപ്പെടുത്താൻ, ഇല്ല സാറേ. ഇനി ആ ഉമ്മയെ വേദനിപ്പിക്കാൻ തരില്ല ഉമ്മയെ. ഞങ്ങളെ ഉമ്മാനെ ഒന്ന് വിളിക്കും സാറേ, പ്ലീസ്. ഇനി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റൂല. നിങ്ങള് ഇനിയും തെറ്റ് ആ ഉമ്മയെ മനസ്സിലാക്കി വന്നാ നശിപ്പിക്കാൻ, ആ ഉമ്മയെ വേദനിപ്പിക്കാൻ ഞാൻ വിളിക്കില്ല. എന്റെ ഉമ്മാനെ കൂടെ പറഞ്ഞേക്കും സാറേ, പ്ലീസ്. ഞങ്ങളെ ഉമ്മാനെ ഒന്ന് കണ്ടോട്ടെ സാറേ. എന്റെ ഉമ്മാനെ ഒന്ന് കാണട്ടെ സാറേ. എന്നാ ഉമ്മയെ വിളിക്കും. ഉമ്മ വരട്ടെ, ഉമ്മ വരട്ടെ. നമ്മളെ കൂടെ വരൂ. നമ്മളെ കണ്ടാ നോക്കുമല്ലോ, നമ്മളെ കൂടെ വരൂ. ഉമ്മ, 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 വരൂ, വരൂ. ഉമ്മാന്റെ കുഞ്ഞിപ്പ. പറയൂ. ഉമ്മ അങ്ങട് നോക്കിയേ. ഉമ്മ അങ്ങനെ പറയലുമ്മ. കണ്ടില്ലേ ഉമ്മ പറയുന്നത്? ഈ ഉമ്മക്ക് നിങ്ങൾ വേണ്ട. ഉമ്മ നോക്കിയിട്ട്, ഉമ്മ നോക്കി, ഉമ്മ ശരിക്കും നോക്കി. വേണ്ട, ഈ ഉമ്മക്ക് നിങ്ങൾ വേണ്ട. പോയിക്കോളൂ, ഉമ്മ നിങ്ങൾ പോയിക്കോളൂ. ദാ, കുഞ്ഞിന് തെറ്റ് മനസ്സിലായി ഉമ്മ. ഉമ്മ എന്റെ കൂടെ വരിക. ഉമ്മാന്റെ മോനല്ലേ പോയിക്കോളൂ, ഞാൻ. നിങ്ങൾ പോയിക്കോളൂ. ഉമ്മാന്റെ മോനല്ലേ ഞാൻ. എന്തിനാ ഉമ്മയെ വീണ്ടും കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുന്നത്? ഒരു തെറ്റ് ഉമ്മക്ക് ഇവിടെ സ്വർഗമാണ്. ഞങ്ങൾ പൊന്നു പോലെ വളർന്നു ഉമ്മയെ. അതൊക്കെ ഉമ്മ പറയട്ടെ, ഉമ്മ പറയട്ടെ. നമ്മളെ ആയുഷിന് വേണ്ടിട്ട് ഇങ്ങനെ വല്യമ്മ വരല. ഉമ്മാന്റെ ബാഗ് എടുത്തോണ്ട് സൈനു. ഉമ്മാന്റെ ബാഗ് എടുത്തോണ്ട്. വരൂ, ഉമ്മാന്റെ ബാഗ് എടുത്തോണ്ട്. വരൂ, വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. വൃദ്ധരായ മാതാപിതാക്കൾ വീടിന്റെ ഐശ്വര്യമാണ്. നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും നമ്മെ നാമാക്കിയ നമ്മുടെ പൊന്നു മാതാപിതാക്കൾ. അവരെ ചേർത്ത് പിടിക്കൂ. അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയാതെ അവരെ പൊന്നുപോലെ വളർത്തൂ. നമ്മുടെ ഉല്ലാസയാത്രയിലും നമ്മുടെ തീർച്ചയിലും നമ്മുടെ സ്വറപറിച്ചിലും നമ്മുടെ പൊന്നുപോലെ വളർത്തിയ ഉമ്മയെ കൂടെ ചേർക്കൂ. സ്നേഹത്തോടെ നമ്മുടെ മാതാപിതാക്കളെ കൂടെ ചേർക്കൂ. അങ്ങനെ വീട് വെളിച്ചമാക്കൂ, വീട് സ്വർഗമാക്കൂ. സ്വന്തം പൊന്നുമ്മയെ പൊന്നുപോലെ വളർത്തി വീട് വെളിച്ചമാക്കൂ, വെളിച്ചമാക്കൂ, സ്വർഗമാക്കൂ.